ഇടുക്കി സ്വരാജിലുള്ള കട്ടപ്പന സ്വരാജിലുള്ള സിറിൽ തോമസ് എന്ന വ്യക്തിയുടെ പുരയിടത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഈട്ടിമരമാണ് ഇദ്ദേഹത്തിന്റെ വീടിന് മുകളിലോട്ട് പതിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ പുതിയ ഷീറ്റ് ഇട്ടവർ താൽക്കാലികമായി ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിരന്തരമായി കുറച്ച് നാളുകളായി തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ മരം വീടിന് ഭീഷണിയാണ്, അപ്പോൾ അത് മുറിച്ചു കളയാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നുള്ളൊരു ആവശ്യം നിരന്തരമായി ഇവർ ഉന്നയിച്ചിരുന്നു. അതൊന്നും അധികാരികൾ വേണ്ട വിധത്തിൽ ചെവിക്കൊണ്ടില്ല, അല്ലെങ്കിൽ അതിലൊരു കാലതാമസം വരുത്തിയതാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുള്ളത്. എത്ര വർഷമായിട്ട് നിങ്ങൾ കളക്ടറെ സമീപിച്ചിട്ടുണ്ട്? കളക്ടറെ സമീപിച്ചത് കഴിഞ്ഞ വർഷവും ഈ വർഷവും. അതിനു മുമ്പേ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാഞ്ചാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വില്ലേജ് ഓഫീസറെ, പഞ്ചായത്ത് സെക്രട്ടറി. കളക്ടർ ഉത്തരവിട്ടു? എന്തായിരുന്നു കളക്ടർ? ആദ്യമേ ADM-ന് കൊടുത്തു. കഴിഞ്ഞ മെയ് മാസമാണെന്ന് തോന്നുന്നു. എൻ്റെ രേഖയിരിപ്പുണ്ട്. അപ്പോഴേ ഓർഡർ ഇട്ടായിരുന്നു വെട്ടാനെന്ന് പറഞ്ഞുകൊണ്ട്. വെട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ മാസം കളക്ടറെ നേരിട്ട് പോയി കണ്ട് ഓർഡർ മേടിച്ചു. അപ്പോഴും വെട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഇട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വെട്ടാനത് അറിയില്ല. അത് വെട്ടേണ്ടത് ഫോറസ്റ്റിന്റെ? അതെ. ഫോറസ്റ്റിൽ സമീപിച്ചിരുന്നോ? ഇല്ല, ദുരന്ത നിവാരണ അതോറിറ്റിയെ അവർ വിളിപ്പിച്ചായിരുന്നു. അന്നേരം അവർ പറഞ്ഞു അവരുടെ ഇതിലല്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഫോറസ്റ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. വീടിന് 4-5 ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അടുക്കള ഭാഗത്തിൻ്റെ മൊത്തം ഫൗണ്ടേഷൻ ഇളകി പോയിട്ടുണ്ട്. പിന്നെ ടൈല് പൊട്ടിയിട്ടുണ്ട്. ഈ മരം വീണ ശേഷം മുറിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് വന്ന് നോക്കി. വെളുപ്പിനെ ഒരു 3:30 ആയപ്പം വന്ന് നോക്കി. അവർ പറഞ്ഞു അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കളക്ടർ മേഡത്തിനെ വിളിച്ചപ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസറെ വിളിച്ചു പറഞ്ഞു. വില്ലേജ് ഓഫീസറെ ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഫോറസ്റ്റുകാർ വന്ന് ആളെ കൊണ്ട് ചെയ്യിക്കുക. ഫോറസ്റ്റ് അതിൽ ഉത്തരവുണ്ടായിട്ട് പോലും അത് മുറിച്ചു മാറ്റാൻ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ ഈ ഗൃഹനാഥനായിട്ടുള്ള സിറിൽ ടോമിയും പറയുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.